2004 ബ്രഹ്മപുത്ര നദിയിൽ വെള്ളം കയറി. ആസാമിലെ ഒരു നാടിനെ മുഴുവൻ പ്രളയജലം കൊണ്ടുപോയി. അന്ന് വീടും കുടുംബവും നഷ്ടമായ ഒരു ആസാമി പയ്യൻ കേരളത്തിലെത്തി. അവൻ്റെ അമ്മാവനോടൊപ്പമാണ് അവൻ കേരളത്തിലെത്തിയത്. അവൻ ഉണ്ടാക്കിയതാണ് ഈ ഹോട്ടൽ. നമുക്ക് അവനൊന്ന് കാണാം. പാലക്കാട് നെല്ലിക്കുന്നിലാണ്. ആസാമിലൊക്കെ കണ്ടില്ല, ഇപ്പോൾ ഒക്കെ അങ്ങോട്ട് പൊളിച്ചുണ്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുമല്ലേ. ആസാമത്തെ സ്വർഗ്ഗം ശരിയില്ല, ഇഷ്ടമല്ല. അവിടെ പാവപ്പെട്ട ആൾക്കാർ എങ്ങോട്ട് ചെയ്യേണ്ടത് കാരണം സംഘം വരെ കാണുന്നുണ്ട്. ഇപ്പോൾ 21 വർഷമായി നമ്മുടെ നാട്ടിൽ. അപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് ഞാൻ കേരളക്ക് വന്നു, എൻ്റെ എലപ്പാട് കൂടെ. അന്ന് ബ്രഹ്മപുത്ര നദിയുടെ തീരത്തിരുന്ന് കരഞ്ഞ ചെറുക്കനല്ല ഉമർ ഫാറൂഖ്. ഇന്നവൻ ഒരു ഹോട്ടൽ ഉടമയാണ്. ആദ്യം ഒരു പ്ലൈവുഡ് കമ്പനിയിലായിരുന്നു ജോലി. പിന്നീട് എറണാകുളത്തെ ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് മാറി. നല്ല പശ പോലുള്ള മൈദ ഉമറിന്റെ കൈകളിൽ പെട്ടപ്പോൾ മാർദ്ദവമായ പൊറോട്ടയായി മാറി. അപ്പോൾ അന്നത്തെ പെരമപോലെ മറ്റേ പ്ലൈവുഡത്തെ പണി പഠിച്ചിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് സൗത്ത് നോർത്തിൽ കുറ്റൽ ഫീൽഡിൽ ജോലി ചെയ്ത് പട്ടംബിക്ക് വന്നു. പട്ടംബി ഗുരുവായി ഉടുപ്പിക്ക് വന്നു. പൊറോട്ട അടിച്ചോ ഭക്ഷണം അടിച്ച ഒക്കെ പഠിച്ചു. മലബാർ കുറ്റല്ലേ, അവിടെ ഒരു കാക്കാൻ്റെ അവനെ പഠിച്ചു കൊടുത്ത്. പിന്നീട് പല ഹോട്ടലുകളിലും ജോലി നോക്കി. ഒടുവിൽ ഉമർ തന്റെ വരും കാല സാമ്രാജ്യത്തിന് അമ്ന എന്ന ഹോട്ടലിലൂടെ തറക്കല്ലിട്ടു. അപ്പോൾ ചെറിയ കുട്ടിയുടെ പേരിൽ കട അമീന ഹോട്ടൽ. എൻ്റെ ചെറിയ കുട്ടിയുടെ പേര്. കുട്ടി സ്കൂളിൽ കേസാനിൽ പഠിക്കേണ്ട. ഇപ്പോൾ ചോപ്പൽച്ചിരി വന്നിട്ട് അവിടെ തട്ടുകട തുറന്നിട്ട് പിന്നെ ചോപ്പൽ എടുത്ത് പില്ലാത്തടത്ത് ഒരു കാക്ക എനിക്ക് കൊണ്ടായി. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ഒരു ടിക്ടോക്ക് തട്ടുകട ഉണ്ട്. അവിടെ ഭണ്ടാരി പൊറോട്ട ഒക്കെ ജൂലിയായിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ഇൻഷാല്ല കട തുറന്നു. ഇപ്പോൾ ജോലികളെ ഷോർമ ഒരാളുണ്ട്, പൊറോട്ടക്ക് 1, കില്ലിങ് 2 ആള്. പിന്നെ ഭണ്ടാരിയാണ് ഞാനാണ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. തട്ടുക തുറന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ. എൻ്റെ ഒരു അനിയനെ പനിക്ക് വന്നു. പിന്നെ ഞാൻ 2 പേരാണ് മാത്രം. അനിയനുണ്ട് ഇവിടെ. ഷൂട്ടോ മുസബേർ, അത് എൻ്റെ കാക്കയുടെ മുഖമാണ്. അത് എൻ്റെ സ്വന്തം തന്നെയാണ്. ഇത് പൊറോട്ട ഭക്ഷണമാണ്. വേറെ ഒരു അനിയനുണ്ട്, ഉസ്താദ് അവിടെ ഉണ്ട്. 19. എങ്ങനെയുണ്ട് കേരളം? എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു പ്രണയകഥ കൂടി പറയാനുണ്ട് ഉമറിന്. ഇതിനിടെ പത്തിരിപ്പാലക്കാരി മൊഞ്ചത്തി നൂർജഹാൻ ഉമർ ഫാറൂഖിന്റെ പ്രിയ സഖിയായി. ഭാര്യയുടെ പത്തിരുവല മണ്ണൂർ മരയിലെ കല്യാണം കഴിച്ചു. ലവ് മാരേജ് തന്നെ. അവൻ്റെ വീട്ടിൽ പ്രശ്നമായിട്ട് അവിടെ വന്നു. ഞാൻ അവൻ ചോദിച്ചു, എനിക്ക് ഇഷ്ടപ്പെടുത്ത കല്യാണം. അവർ 3 വർഷമായിട്ട് പിന്നെ കല്യാണം കഴിച്ചു. അവൻ നോക്കി, ഒക്കെ നോക്കിയിട്ട് പിന്നെ സെറ്റായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയി. അടിപൊളി പൊറോട്ട മേക്കറാണ്, നല്ല കുക്കാണ്, വിജയകരമാണ്. അദ്ദേഹം വളരെ നല്ല നിലയിലാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. ഒട്ടേറെ ആളുകൾ, വഴിപോക്കർ, ദൂര സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. നല്ല നിലയിൽ നടന്നു പോകുന്നൊരു സ്ഥാപനമാണ്. കേരളമൊക്കെ ആസാമത്തെ ആൾക്ക് പാവപ്പെട്ട ആൾക്കാർ കേരളത്തെ വന്നിട്ട് എത്ര നല്ല നല്ല വീട് കിട്ടി. പാവപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരായി, പൈസക്കാരായി. ഇപ്പോൾ നല്ലതായിട്ട് ജീവിക്കാൻ പോകാണ്ട് കുടുംബക്കാരെ. കേരളം നല്ലാണ്, നല്ല പറയും. എനിക്ക് നല്ല ഇഷ്ടം കേരളം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.